വെൽക്കം ബാക്ക് ടു ബേനൂസ് എഡ്യു PSC. അപ്പൊ കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റന്റ് പ്രസൻ ഓഫീസർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും ആണ് കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസും ഇനി അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് എവിടെ നിന്നും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ അത് പഠിച്ച് സെറ്റ് ആക്കി വെക്കുക. അപ്പൊ നമ്മൾ ഇന്നും അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി ഈ റീസെന്റ് ആയിട്ട് നടക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നന്നായി വർക്ക്ഔട്ട് ചെയ്യുക. കാരണം അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് GK പോർഷനിൽ തന്നെ ബയോളജി ബന്ധപ്പെട്ട ഒരു ചോദ്യം ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്ലാസ് ശ്രദ്ധിച്ച് വാല്യൂബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ എഴുതി സൂക്ഷിക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ കൂട്ടുകാരെ, ചോദ്യം ഇതായിരുന്നു: പേശി പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിന്റെ തുലനനില പരിപാലിക്കുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏതെന്നായിരുന്നു. എന്തായിരുന്നു ചോദ്യം? പേശി പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിന്റെ തുലനനില പരിപാലിക്കുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏതെന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻസിൽ പറഞ്ഞത് ഓപ്ഷൻ എ സെറിബ്രം, ഓപ്ഷൻ ബി സെറിബെല്ലം, ഓപ്ഷൻ സി മെഡുല്ല ഒബ്ലിഗേറ്റ, ഓപ്ഷൻ ഡി തലാമസ്. അപ്പൊ നമ്മള് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട ഈ ഭാഗങ്ങളാണ്. ഇവയും ഇവയുടെ ധർമ്മങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യം നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഓരോ ഭാഗങ്ങളും നന്നായി പഠിച്ചു പോകാം. അപ്പൊ ഇത് നിങ്ങൾ എഴുതി സൂക്ഷിക്കുക. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ചാണ്, അല്ലെ? അപ്പൊ മനുഷ്യ മസ്തിഷ്കത്തെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. അപ്പൊ കൂട്ടുകാരെ, മസ്തിഷ്കത്തെ കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടത് മസ്തിഷ്കത്തിന്റെ ഭാരമാണ്, അല്ലെ? മസ്തിഷ്കത്തിന്റെ ഭാരം എന്ന് പറയുന്നത് 1300 മുതൽ 1400 ഗ്രാം വരെയാണ് മസ്തിഷ്കത്തിന്റെ ഭാരം ഉണ്ടെന്ന് അറിയപ്പെടുന്നത്. അപ്പൊ മസ്തിഷ്കത്തിന്റെ ഭാരം എന്ന് പറയുന്നത് 1300 1400 ഗ്രാം ഇടയിലാണ് മസ്തിഷ്കത്തിന്റെ ഭാരം കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത മസ്തിഷ്ക ഭാഗത്തെ കുറിച്ച് മനസ്സിലാക്കിയുള്ളൂ, തലാമസ്. ഈ തലാമസ് എന്ന് പറയുന്നത് സെറിബ്രത്തിന് താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെ? അപ്പൊ സെറിബ്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് തലാമസ്. ഈ തലാമസിന്റെ പ്രത്യേകത എന്താണ്? ഇതിനെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു. എന്താണ് റിലേ സ്റ്റേഷൻ എന്ന് പറയുന്നത്? അതായത് സെറിബ്രത്തിലേക്കും അതുപോലെ സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം അല്ലെങ്കിൽ റിലേ സ്റ്റേഷൻ അറിയപ്പെടുന്നത് തലാമസ് ആണ്. എന്താണ്? ആവേഗങ്ങൾ എവിടെ നിന്നൊക്കെ പുനഃപ്രസരിക്കുന്നു? ഒന്ന് സെറിബ്രത്തിലേക്കും അതുപോലെ സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? അതായത് ബ്രെയിനിന്റെ അല്ലെങ്കിൽ മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗമാണ്? തലാമസ് ആണ്, കേട്ടോ. അപ്പൊ തലാമസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? സെറിബ്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്നു. ഇനി തലാമസ് റിലേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നു പറയാൻ കാരണം എന്താണ്? ആ തലാമസ് സെറിബ്രത്തിലേക്കും അതുപോലെ സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളെ പുനഃപ്രസരിക്കുന്നു. അല്ലെങ്കിൽ ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ആരാണ്? തലാമസ് ആണ്. തലാമസ് റിലേ സ്റ്റേഷൻ അറിയപ്പെടുന്നു. ഇനി മനസ്സിലാക്കേണ്ടത്, വേദന സംഹാരികൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേദന ശമിക്കുന്നു. എന്താണ് അതിന്റെ കാരണം? അതായത് ഈ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ചോദിക്കുന്നത്. മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗത്തെയാണ് വേദന സംഹാരികൾ ഉത്തേജിപ്പിക്കുന്നത് ചോദിച്ചാല് അത് തലാമസ് ആണ്, കേട്ടോ. അപ്പൊ തലാമസ് ആണ് വേദന സംഹാരികളെ ഉത്തേജിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് മനസ്സിലാക്കിക്കോളൂ. അപ്പൊ എന്താണ് തലാമസ് എന്ന് പറയുന്നത്? സെറിബ്രത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്നു. അതുപോലെ സെറിബ്രത്തിലേക്കും അതുപോലെ സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളെ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്ന റിലേ സ്റ്റേഷൻ അറിയപ്പെടുന്നത് ഏതാണ്? തലാമസ് ആണ്, കേട്ടോ. ഈ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം, വേദന സംഹാരികൾ ഉത്തേജിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാലും തലാമസ് ആണ്. അപ്പൊ സെറിബ്രവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത് അപ്പൊ അടുത്ത ഈ മസ്തിഷ്കത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് സെറിബെല്ലം. ഇതാണ് സെറിബെല്ലം. അപ്പൊ മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ ഭാഗം പഠിക്കാൻ പോകുന്നത് ഏതാണ്? സെറിബെല്ലം. അപ്പൊ നോക്കാം, സെറിബ്രത്തിന്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ഇനി സെറിബെല്ലം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം എന്നറിയപ്പെടുന്നത്. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണ്? സെറിബെല്ലം ആണ്. ഇനി സെറിബെല്ലത്തെ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. അപ്പൊ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം ആണ്. ഇനി സെറിബെല്ലത്തിലെ പ്രധാനപ്പെട്ട ധർമ്മമാണ് പഠിക്കാൻ പോകുന്നത്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിക്കുകയും ശരീരത്തിന്റെ തുലനനില പരിപാലിക്കുകയും ചെയ്യുന്നു. അപ്പൊ പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ശരീരത്തിൽ തുലനനില പരിപാലിക്കുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് വെച്ചത് സെറിബെല്ലം ആണ്. അതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പൊ ഉത്തരം എന്താണ്? സെറിബെല്ലം ആണ്. അപ്പൊ സെറിബെല്ലം എന്ന് പറയുന്നത് സെറിബ്രത്തിന് തൊട്ടു താഴെ കാണപ്പെടുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം എന്നറിയപ്പെടുന്നത്, അതുപോലെ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നതും സെറിബെല്ലം ആണ്. ഈ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ശരീരത്തിന്റെ തുലനില പരിപാലിക്കുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം കൂടിയാണ് സെറിബെല്ലം. അതാണ് മദ്യപിച്ച് ഇരിക്കുന്ന ആൾക്കാരുടെ അവർക്ക് ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്ന പ്രധാന കാരണം എന്താണ്? മദ്യം എവിടെയാണ് എഫക്ട് ചെയ്യുന്നത്? മദ്യം മസ്തിഷ്കത്തിലെ സെറിബെല്ലത്തിൽ എഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ്
സെറിബെല്ലം എന്ന് പറയുന്നത് സെറിബെല്ലം മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. ഇനി അതുപോലെ തന്നെ പേശി പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ശരീരത്തിലെ തുലനനില പരിപാലിക്കുകയും ചെയ്ത മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് വെച്ചുള്ളത് സെറിബെല്ലമാണ്. ഇപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ പോയിന്റ്സുകൾ ഒന്ന് റീകളക്ട് ചെയ്ത് വെച്ചോളൂ. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന മസ്തിഷ്കം മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. നോക്കാം, മെഡുല്ല ഒബ്ലോങ്കേറ്റ. മസ്തിഷ്കം മറ്റൊരു ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇനി അനൈച്ഛിക പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാന്ന് വെച്ചത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. എന്താണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ? നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്ത പ്രവർത്തനങ്ങളെയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. എന്തൊക്കെയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ? ഒന്ന് ഹൃദയസ്പന്ദനം, ശ്വസനം, രക്തക്കുഴലിലൂടെയുള്ള രക്തത്തിന്റെ ഒഴുക്ക്, രക്തക്കുഴലുകളുടെ സങ്കോചവും വികാസവും, ഇവയൊക്കെ നിയന്ത്രിക്കുന്ന നാഡീ കേന്ദ്രം എവിടെ കാണപ്പെടുന്നുണ്ട്? മെഡുല്ല ഒബ്ലോങ്കേറ്റിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നിടത്ത് എന്താണ് മെഡുല്ല ഒബ്ലോങ്കേറ്റിന്റെ പ്രസക്തി? മസ്തിഷ്കത്തിലെ അല്ലെങ്കിൽ മസ്തിഷ്കത്തിലെ ഒരു ഭാഗമാണ് അത്. അനൈച്ഛിക പ്രവർത്തനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. എന്താണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ? ഏതൊക്കെയാണ്? ഹൃദയസ്പന്ദനം, ശ്വസനം, രക്തക്കുഴലുകളുടെ രക്തത്തിന്റെ ഒഴുക്ക്, അതുപോലെ രക്തക്കുഴലുകളുടെ സങ്കോചവും വികാസവും, ഇവയൊക്കെ നിയന്ത്രിക്കുന്ന നാഡീ തന്തുക്കൾ എവിടെ സ്ഥിതി അല്ലെങ്കിൽ നാഡീ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് വെച്ചാൽ മസ്തിഷ്കത്തിലെ മെഡുല്ല ഒബ്ലോങ്കേറ്റയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മസ്തിഷ്കത്തിലെ മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ പ്രത്യേകത എന്താണ്? അത് അനൈച്ഛിക പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രിക്കുന്നത് അല്ലെ. അപ്പൊ അനൈച്ഛിക പ്രവർത്തനം നിയന്ത്രിക്കാൻ കാരണമാകുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് നാഡീ കേന്ദ്രങ്ങളാണ്. ഈ നാഡീ കേന്ദ്രം എവിടെ കാണപ്പെടുന്നു? മെഡുല്ല ഒബ്ലോങ്കേറ്റിൽ കാണപ്പെടുന്നു. അനൈച്ഛിക പ്രവർത്തനം എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഛർദി, തുമ്മൽ, ചുമ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്താണെന്ന് വെച്ചാൽ ഏത് തന്നെയാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അപ്പൊ മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ ഉടനെ അത് ഒരാളുടെ മരണത്തിന് തന്നെ കാരണമാകുന്നു. അത് എന്തുകൊണ്ടാണ് മനസ്സിലായോ? ഈ അനൈച്ഛിക പ്രവർത്തനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതായതുകൊണ്ടാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ ആയതുകൊണ്ടാണ്. അപ്പം നമ്മൾ മെഡുല്ല ഒബ്ലോങ്കേറ്റ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒത്തിരി പ്രാവശ്യം എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട മസ്തിഷ്ക ഭാഗമാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായോ? നോക്കി, അടുത്ത മസ്തിഷ്കത്തെ പ്രധാന ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ്. എന്താണ് ഹൈപ്പോതലാമസിന്റെ ധർമ്മം എന്ന് ചോദിച്ചാൽ, ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന്റെ ആന്തര സമസ്ഥിതി പരിപാലനത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. അപ്പൊ മനുഷ്യ ശരീരത്തിന്റെ ആന്തര സമസ്ഥിതി പരിപാലനത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. അപ്പൊ അതാണ് നമ്മൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്. അപ്പൊ നമ്മുടെ ചോദ്യമായ സെറിബെല്ലം എന്ന് ഉത്തരം വരുന്നത് അല്ലെ. എന്താണ്? പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ശരീരത്തിലെ തുലനത പരിപാലിക്കുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം എന്ന് പറയുന്ന ഉത്തരം എന്തായിരുന്നു? സെറിബെല്ലമാണ്. ആ സെറിബെല്ലം എന്ന ചോദ്യത്തിൽ നിന്ന് നമ്മുടെ മസ്തിഷ്കം ബന്ധപ്പെട്ട ഇത്രയും ഫാക്ട്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത് ഒത്തിരി പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇനി വരുന്ന എക്സാമിനേഷന് ഇതുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നന്നായി പഠിച്ചു വെക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ തന്നെ ക്വസ്റ്റിനും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഫ്രം മീ. താങ്ക് യു.